ഓം കർപ്പണ്യദോഷോപഗതസ്വഭാവകർച്ചാമിത്തം ധർമ്മസുമൂഢചേതക യശ്രേയസ്യാനിശ്ചയം രോഗിതന്മേ ശിഷ്യസ്തേഹം ജാതിമാം താം പ്രപന്നം. ഓം നമോ ഭഗവതേ വാസുദേവായ. നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. എല്ലാ സജ്ജനങ്ങൾക്കും ഗുരുവായൂരപ്പൻ്റെ നാമത്തിൽ സാഷ്ടാംഗ പ്രണാമം. ഭഗവത്ഗീതയിൽ 14-ാം അധ്യായം ഗുണത്രയ ഭാഗയോഗമാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ 10 ശ്ലോകങ്ങളാണ് കഴിഞ്ഞ ദിവസം ചിന്തിച്ചത്. 11-ാമത്തെ ശ്ലോകം തൊട്ട് സർവദ്വാരേഷു ദേഹേസ്മി പ്രകാശ ഉപജായതേ ജ്ഞാനം യഥാ തഥാ വിദ്യാത വിവർത്തം സത്യമെത്തിത. യഥാ അസ്മിൻ ദേഹേ, എപ്പോൾ ഈ ദേഹത്തിൽ, സർവദ്വാരേഷു എല്ലാ ഇന്ദ്രിയങ്ങളിലും, ജ്ഞാനം പ്രകാശം ഉപജായതേ ജ്ഞാനമാകുന്ന പ്രകാശം ഉണ്ടാകുന്നുവോ, സദാ സത്വം വിവർത്തം ഉദ ഇതി വിദ്യാത്, അപ്പോൾ സത്വഗുണം വർദ്ധിച്ചിരിക്കുന്നു എന്ന് അറിയേണ്ടതാണ്. ഈ ദേഹത്തിൽ എല്ലാ ഇന്ദ്രിയങ്ങളിലും എപ്പോൾ ജ്ഞാനമയമായ പ്രകാശമുണ്ടാകുന്നുവോ അപ്പോൾ സത്വഗുണം വർദ്ധിച്ചിരിക്കുകയാണ് എന്ന് അറിയേണ്ടതാകുന്നു. ഇവിടെ പ്രകാശം എന്ന് പറയുന്നത് ജ്ഞാനപ്രകാശമാണ്. ജ്ഞാനത്തെ പ്രകാശം നമ്മൾ വെളിച്ചം കാണാൻ ഉപയോഗിക്കുന്ന ഒരു വെളിച്ചമായിട്ടല്ല. ജ്ഞാനമാകുന്ന ദീപം കത്തിച്ചാൽ ജ്ഞാനത്തെ പ്രകാശിപ്പിക്കുന്നു. അപ്പൊ ദേഹത്തിൽ എല്ലാ ഇന്ദ്രിയങ്ങളിലും എപ്പോൾ ജ്ഞാനമയമായിരിക്കുന്ന പ്രകാശം ഉണ്ടാകുന്നുവോ അപ്പോൾ സത്വഗുണം വർദ്ധിച്ചിരിക്കുകയാണ് എന്നറിയേണ്ടതാകുന്നു. ഈ സത്വഗുണം വർദ്ധിച്ചിരിക്കുക എന്ന് പറയുന്നത് ജ്ഞാനം എപ്പോഴാണ് വർദ്ധിക്കുക എന്ന്, ഇല്ലെങ്കിൽ എപ്പോഴാണ് അത് പ്രകാശിപ്പിക്കുക എന്ന് പറയാൻ പറ്റില്ല. രാത്രിയാകാം, പകലാകാം, എപ്പോഴാണ് നമുക്ക് ഇൻഡ്യൂഷൻ കിട്ടുന്നതെന്ന് പറയാൻ പറ്റില്ല. ഒരു പ്രാവശ്യം കിട്ടുന്നതായിരിക്കണം എന്നില്ല മറ്റൊരിക്കൽ കിട്ടുന്നത്. ഒരു പ്രാവശ്യം കിട്ടുന്നത് പോലെ അതേ സമയത്തായിരിക്കണം മറ്റുള്ളപ്പോൾ കിട്ടുന്നത്. ഇതെപ്പോഴാണ് കിട്ടുന്നത്, എപ്പോഴാണ് ക്ലിക്കാവുന്നതെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ എപ്പോൾ ആ ജ്ഞാനമയമായ പ്രകാശം എന്ന് പറഞ്ഞാൽ ഈ ഭൗതികമായിട്ട് നമ്മൾ പഠിച്ചിട്ട് കിട്ടുന്ന ജ്ഞാനമല്ല, അല്ലാതെ ആത്മജ്ഞാനപ്രകാശം, അതിൽ നിന്നാണ് അതൈശ്വര്യ അവബോധം പ്രകാശിക്കുക എന്ന് പറയും. അപ്പോൾ ഓരോ വിഷയത്തിലും ഓരോ ദിവസവും ഒരേ വിഷയത്തിൽ തന്നെ ചിലപ്പം ഒരു പ്രാവശ്യം പ്രകാശിച്ചത് അതേപടി ആയിരിക്കില്ല മറ്റൊരിക്കൽ പ്രകാശിക്കുമ്പോൾ. ഇതൊക്കെയാണ് മന്ത്രദർശനം എന്നൊക്കെ പറയുന്നത്. നമ്മളിപ്പം വ്യാഖ്യാനിക്കുമ്പോൾ തന്നെ എനിക്ക് തന്നെ അനുഭവമുണ്ട്. പലപ്പോഴും ഞാൻ ഒരു പ്രാവശ്യം പറഞ്ഞ പോലെ തന്നെ ആയിരിക്കില്ല പിന്നീട് പറയാം. അപ്പോൾ ഈ സാത്വികമായ അറിവിൻ്റെ പ്രകാശം എന്ന് പറയുന്നത് അത് എപ്പോൾ നമ്മളിൽ ജ്ഞാനമാകുന്ന ഇൻഡ്യൂഷൻ കിട്ടുന്നു അതിനാണോ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് എപ്പോഴാണ് പ്രകാശിക്കുന്നത്, അപ്പോൾ സാത്വിക ഭാവം, സാത്വിക ഗുണത്തിൻ്റെ ഏറ്റവും വലിയ റിസൾട്ട് എന്ന് പറയുന്നത്, അതിൻ്റെ ഗുണം എന്ന് പറയുന്നത് ജ്ഞാനലബ്ധി എന്നുള്ളതാണ്. ജ്ഞാനമാണ് യഥാർത്ഥ ഭൗതിക ജ്ഞാനമല്ല. ഭൗതിക ജ്ഞാനം ഒരു പരിധി വരെ നമുക്ക് അതിൽ പെടുത്താമെങ്കിലും അത് ശാശ്വതമല്ല, വന്നു പോയിരിക്കുന്നതായിരിക്കും. ഭൗതികമായിട്ട് നമ്മൾ അറിവ് നേടുന്നുണ്ട്. അവിദ്യാദി ദോഷങ്ങളെ ഉണ്ടാക്കുന്ന അറിവാണ് നേടുന്നത്. അതൊക്കെ ശാശ്വതമല്ലാത്തത് എന്തോ, അതൊക്കെ അവിദ്യാദി ദോഷങ്ങളുണ്ടാക്കും. ഇപ്പൊ ബോംബ് തന്നെ ഉണ്ടാക്കിയത് അതൊരു അറിവാണ്. പക്ഷെ അത് അവനവൻ്റെ നാശത്തിനും മറ്റുള്ളവരുടെ നാശത്തിന് ഇടവരുത്തുമെങ്കിൽ അത് അവിദ്യാദി ദോഷങ്ങളെ ഉണ്ടാക്കുകയാണല്ലോ ചെയ്യുക. അപ്പൊ ജ്ഞാനപ്രകാശം ഭൗതികമായിട്ടും ഉണ്ടാകാം, ആത്മീയമായിട്ടും ഉണ്ടാകാം. ഭൗതികമായിട്ടുള്ളത് പ്രേയസിലേക്ക് പോവും, ആത്മീയമായിട്ടുള്ള ജ്ഞാനം അത് ശ്രേയസിലേക്ക് പോവും. തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കിക്കൊള്ളണം. എപ്പോൾ നമുക്ക് ഈ ശ്രേയസ്കരമായിട്ടുള്ള ജ്ഞാനം ഉദിക്കുന്നു, എപ്പോഴാണ് അത് ഇൻഡ്യൂഷൻ കിട്ടുക, ഇല്ല എപ്പോഴാണ് പ്രകാശിക്കുക എന്ന് പറയാൻ പറ്റില്ല. ഒന്നും അറിയാൻ മേലാത്ത ആൾക്ക് ചിലപ്പോൾ പ്രകാശിക്കും. ഇതേപ്പറ്റി ഒന്നും യാതൊരു അവബോധമില്ലാതെ ആൾക്ക് ഒരു സുപ്രഭാതത്തിൽ ചിലപ്പോൾ ഇങ്ങനെ ആർക്കും ഉൾക്കൊള്ളാൻ പറ്റാത്ത ചില കാര്യങ്ങൾ പറയാൻ തുടങ്ങും. ഇതാണ് ജ്ഞാനപ്രകാശം. അപ്പോൾ അവനില്ല ആ ഒരു സമയത്തേക്ക്, ചിലപ്പോൾ ഒരു നിമിഷത്തേക്കായിരിക്കും, അത് കഴിഞ്ഞ് നോർമലായി പോകും. അങ്ങനെ പലപ്പോഴും ഇപ്പോൾ ചില ഉപാസന നടത്തുന്നവരെ ദേവിയുടെ ഭാവമോ ഇല്ലെങ്കിൽ ദേവന്റെ ഭാവമൊക്കെ വരുമ്പം അവിടെ ജ്ഞാനപ്രകാശം ലഭിക്കുമ്പോൾ അവർക്ക് ത്രികാലജ്ഞാനമൊക്കെ ചിലപ്പോൾ പ്രകാശിക്കും. ആരുടെയെങ്കിലുമൊക്കെ എന്താ പറയുക കാര്യങ്ങൾ പറയുന്നതൊക്കെ കറക്റ്റായിട്ട് പറയും. പക്ഷേ അത് ഒരു നിമിഷത്തേക്കേ ഉണ്ടാവുള്ളൂ, അത് കഴിയുമ്പോൾ മറിഞ്ഞു പോകും, വന്ന പോലെ പോവും. ഇതൊക്കെ പ്രേയസായിട്ട് നിൽക്കുന്നതാണ്. ശ്രേയസായിട്ട് നിൽക്കുക എന്ന് പറഞ്ഞാൽ സാത്വിക ജ്ഞാനം
യഥാർത്ഥ ജ്ഞാനികം സത്വഗുണത്തിൽ നിന്നുണ്ടാകുന്ന ഈശ്വരീയ ആത്മീയ ജ്ഞാനം അത് സദാസമയവും അതിൻ്റെ ഇൻഡ്യൂഷൻ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ആ വ്യക്തി ജ്ഞാനമയമായ പ്രകാശത്തിലായിരിക്കും ജീവിക്കുക. അത് ശാശ്വതമായിട്ട് നിൽക്കുന്നത് എന്തോ അതിനെയാണ് ശ്രേയസ് എന്ന് പറയുന്നത്. അപ്പം ഈശ്വരീയ അവബോധം ഒരു പ്രാവശ്യം ഉണ്ടായാൽ ആ ജ്ഞാനം വെച്ചുകൊണ്ട് നമുക്ക് ഏത് വിഷയത്തെയും വ്യാഖ്യാനിക്കാൻ സാധിക്കും, അത് വിശദീകരിക്കാൻ സാധിക്കും. ഇപ്പം നിങ്ങൾ സാധാരണഗതിയിൽ ഞാൻ സ്കൂളിലും ഒക്കെ പഠിച്ച 10ാം ക്ലാസ് വരെ പോയിട്ടുണ്ടെങ്കിലും നമുക്ക് ആ പഠിക്കുന്ന വിഷയത്തിൽ പോലും വലിയ അറിവ് കഷ്ടിമുഷ്ടിയൊക്കെ പാസ്സായി എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. യഥാർത്ഥത്തിൽ അറിവോ അതേപ്പറ്റി അവബോധമോ നിലനിൽക്കുന്ന വിധത്തിലൊന്നും പഠിക്കാൻ സാധിച്ചിട്ടില്ല, പഠിച്ചിട്ടുമില്ല. വിദ്യാർത്ഥി ദോഷങ്ങൾ ഉണ്ടാക്കുന്ന വിദ്യ സ്കൂളിലും കോളേജിൽ പോയി പഠിച്ചാൽ അതേ കിട്ടുള്ളൂ. അതേസമയം ഈ ഗീതാപുസ്തകം എന്ന് പറയുന്ന സാധനം ഈ ജന്മത്തിൽ ആദ്യമായിട്ടാണ് 42 വയസ്സിന് ശേഷമാണ് കാണുന്നത്. പക്ഷേ അത് എങ്ങനെയാണ് ഇതുപോലെ പ്രകാശിക്കുന്നത്, അല്ലെങ്കിൽ ഇതുപോലെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. എവിടുന്നാണ് ഇതൊക്കെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തന്നെ അറിയില്ല, ഉള്ളിൽ നിന്ന് വരികയാണ്. ഇതാണ് സാത്വിക ഗുണത്തിൻ്റെ ലക്ഷണം. നമുക്ക് തന്നെ വരാൻ തുടങ്ങും, ഒഴുകാൻ തുടങ്ങും പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ. അപ്പോൾ ഈ സാത്വിക ഗുണം എപ്പോൾ വർദ്ധിച്ചിരിക്കുന്നോ അപ്പോൾ ആ നിമിഷം ഇത് പ്രകാശിക്കും. എപ്പോഴാണെങ്കിലും പ്രകാശിക്കാം. ഇതുവരെ ഇല്ലാത്ത ആൾക്കും പ്രകാശിക്കാം. മണ്ടനായിരിക്കുന്ന ആളും പണ്ഡിതനാകും, പണ്ഡിതനായിരിക്കുന്ന ആളും മണ്ടനാകുകയും ചെയ്യും. ഇതിന് മറയും വീഴും ചിലപ്പോൾ. ഈ നമ്മൾ തമോ ഗുണത്തിലോ മറ്റ് രജോ ഗുണത്തിലോ പോയിട്ട് മായയിൽപ്പെട്ട് കഴിഞ്ഞാൽ പണ്ഡിതനായിരിക്കുന്ന ആള് മണ്ടനായും പോവും. അപ്പോൾ എപ്പോഴാണ് ഇത് പ്രകാശിക്കുന്നത് അപ്പോൾ സാത്വികഭാവം പ്രകാശിക്കും, മറ നീക്കി പുറത്തു വരുന്ന അർത്ഥം. എപ്പോൾ അതിന് മറ വീഴുന്നോ അപ്പോൾ തമോസായി മരിക്കും, അച്ഛന്തയുടെ ഉൽപ്പത്തി ആയിരിക്കും, വിദ്യാർത്ഥി ദോഷങ്ങൾ ഉണ്ടാക്കുന്ന കാര്യങ്ങൾ ചെയ്യും. അപ്പോൾ പണ്ഡിതൻ ചിലപ്പോൾ മണ്ടനായി പോകും. അപ്പോൾ എന്നാൽ മണ്ടനായിരിക്കുന്ന ആൾ പണ്ഡിതനാവുകയും ചെയ്യും. ഇതെപ്പോഴാണ് ക്ലിക്കാവുന്നതെന്ന് പറയാൻ പറ്റില്ല എന്നർത്ഥം. അപ്പോൾ എപ്പോഴാണോ ഇത് സത്വഗുണം വർദ്ധിക്കുന്നത്, അത് പ്രകാശിക്കുന്നത് അഥവാ പുറത്തേക്ക് വരുന്നത്, അപ്പോൾ സത്വഗുണം വർദ്ധിച്ചിരിക്കുന്നു എന്ന് മനസ്സിലാക്കുക. പിന്നെ ലോഭപ്രവൃത്തിരാരംഭണ കർമ്മണ ശമസ്മൃഗാഹ രജസ്യേതാനി ജായന്തേ വിവർത്തേ ഭരതക്ഷവ. ഭരതക്ഷവ, ശ്രേഷ്ഠനായിരിക്കുന്ന ഭരതവംശജ, രജസ്സി വിവർത്തേ, രജോ ഗുണം വർദ്ധിക്കുമ്പോൾ ലോഭപ്രവൃത്തി കർമാണാം ആരംഭ, ലോഭം പ്രവൃത്തി കർമ്മങ്ങളുടെ ആരംഭം, അശ്രമ സ്പൃഹ ഏതാനി, അശാന്തി അതിയായ ആഗ്രഹം ഇവ ജനിക്കുന്നു, ജായതേ ജനിക്കുന്നു. അല്ലയോ അർജുന, രജോ ഗുണം വർദ്ധിക്കുമ്പോൾ പരദ്രവ്യേച്ഛ, പല കാര്യങ്ങളിൽ വ്യാപരിക്കൽ, പല കർമ്മങ്ങളും ആരംഭിക്കൽ, മനസ്സമാധാനമില്ലായ്മ, അതിയായ ആഗ്രഹം ഇവ ജനിക്കുന്നു. എപ്പോഴാണോ രജോ ഗുണം വർദ്ധിച്ചിരിക്കുന്നത്, ഇത് കണ്ടുപിടിക്കാൻ ഒരു വിഷമമില്ല. കാരണം നമുക്ക് ചുറ്റുവട്ടം നോക്കിയാൽ മതി. മനുഷ്യരിൽ ഈ പറഞ്ഞ പ്രശ്നമാണ്. എന്നും ഈ പരാതിയും കുറ്റവും കൊണ്ട് നടക്കുന്നതും, വീർത്ത് കിട്ടിയ മുഖമായിട്ട് നടക്കുന്നതും, ഇല്ലെങ്കിൽ കിട്ടുന്നതിൽ അഹങ്കരിച്ച് നടക്കുന്നതും, സാധാരണ മനുഷ്യരിൽ 99% ആൾക്കാരും രജോ ഗുണത്തിലാണ്. ഭക്തിയും കൊണ്ട് നടക്കുന്നവർക്ക് പോലും ഈ ഒരു അവസ്ഥയാണ് ക്രിയേറ്റ് ആകുക. അപ്പം മനുഷ്യൻ പൊതുവേ രജോ ഗുണക്കാരാണെന്ന് ഞാൻ പറഞ്ഞു. അപ്പം ആ രജോ ഗുണത്തിൽ നിന്ന് കടത്തി വിട്ടുന്നത് വളരെ സാത്വിക ഭാവത്തിലേക്ക് എത്തുന്നവർ വിരലിൽ എണ്ണാന്തവർ. മനുഷ്യാണാം സഹസ്രേഷു കച്ചിൽ യഥാമഭി സിദ്ധാനാം കശ്യന്മാം വേത്തി തത്വം. അങ്ങനെയുള്ളവർ വരും വിരളമാണെന്നാണ് ഭഗവാൻ പറയുന്നത്. അതിനുവേണ്ടി പ്രയത്നിക്കുന്നവർക്ക് ഒരുപാടുണ്ടാവും. പക്ഷേ അത് ക്ലിക്കാവുന്നതോ 1-2 പേര് വിരളിൽ എണ്ണാവുന്നവരാണ്. ഈ അന്ധകരണ ശുദ്ധിയും വിവേകവും ഉണ്ടായിട്ട് യഥാർത്ഥ ജ്ഞാനം പ്രകാശിക്കും. ആ സാത്വികരെ കണ്ടാൽ യഥാർത്ഥ സാത്വികരെ കണ്ടുപിടിക്കാനും വിഷമം. അതുകൊണ്ട് നമ്മൾ ഈ പുസ്തകമൊക്കെ പഠിച്ചിട്ടുള്ള ഉണ്ടാകുന്ന പാണ്ഡിത്യമൊന്നുമല്ല. അതിൽ വിദ്വാൻ നേടി സർട്ടിഫിക്കറ്റ് നേടി എന്ന് പറഞ്ഞാലൊന്നും അതൊന്നും അല്ല ജ്ഞാനം. നമുക്ക് ഇൻഡ്യൂഷൻ കിട്ടിയാൽ ഉള്ളിൽ നിന്ന് പ്രകാശിക്കും. ഈ പറയുന്ന പുസ്തകത്തിൽ എഴുതേക്കണ കാര്യമൊക്കെ തന്നെ ഉള്ളിൽ പറയാൻ തുടങ്ങും, ഉള്ളിൽ നിന്ന് വരും. അതാണ് യഥാർത്ഥ സാത്വിക ജ്ഞാനം എന്ന് പറയുന്നത്. അല്ലാതെ ഇപ്പോൾ പഠിച്ചുണ്ടാക്കാൻ ആർക്കാ പറ്റാത്ത പുസ്തകജ്ഞാനം നേടാൻ ഒരു വിഷമമില്ല. അത് പാണ്ഡിത്യമല്ല. അതിനൊന്നും പരീക്ഷ എഴുതി പാസ്സായിട്ട് PhD എടുത്തു സർട്ടിഫിക്കറ്റ് കിട്ടി എന്ന് പറഞ്ഞാലൊന്നും അതൊന്നും യഥാർത്ഥ ജ്ഞാനമൊന്നുമില്ല. അത് പിന്നീട് നഷ്ടപ്പെടുകയും ചെയ്യും. അപ്പം അതുകൊണ്ട് രജോ ഗുണം വർദ്ധിക്കുമ്പോൾ പരദ്രവ്യേച്ഛ, മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ പോലും ഇടപെടും. എന്തും ചെയ്തിട്ട് താൻ ആഗ്രഹിക്കുന്ന കാര്യം മറ്റാളുടെ കയ്യിലാണ് ഇരിക്കണമെങ്കിൽ അത് നേടാൻ വേണ്ടിയിട്ട് എന്ത് വക്രബുദ്ധിയും കാണിക്കും.
പിന്നെ പല കാര്യങ്ങൾ വ്യാപരിക്കൽ, ഓടി നടന്ന് ശരീരം മറന്നിട്ട് പണിയെടുക്കും, പല ലക്ഷ്യങ്ങളിൽ പല കാര്യങ്ങൾ ചെയ്യും, പല കാര്യങ്ങളും ആരംഭ ശൂരത്വം കൊണ്ട് ആരംഭിക്കും. മനസ്സമാധാനം ഇവർക്കൊന്നും ഒരിക്കലും ഉണ്ടാവില്ല. ഈ പലയിടത്ത് വ്യാപരിച്ച് കിടക്കുന്ന മനസ്സ്, അല്ലെങ്കിൽ തന്നെ മനസ്സ് ഒരിടത്ത് ഉറച്ചിരിക്കില്ല. അപ്പൊ പല കാര്യങ്ങൾ ചെയ്യാൻ പോയാലോ, പല കാര്യങ്ങൾ ആരംഭിച്ച് വെക്കും, പൂർണ്ണമാക്കില്ല ഒന്നും. ആരംഭ ശൂരത്വം കാണിക്കും. ആരംഭ ശൂരത്വം കാണിച്ചിട്ട് അത് വേണ്ട വിധത്തിൽ നടന്നില്ലെങ്കിലോ ഇവരുടെയൊക്കെ മനസ്സമാധാനം പോവും. അവരിടപെടുന്നവരുടെ മനസ്സമാധാനം കൂടെ പോവും. അവരോടൊപ്പം നിൽക്കുന്നവരുടെ മനസ്സമാധാനം പോവും. അതിയായ ആഗ്രഹം ജനിക്കുന്നു. എന്നാലും ഇങ്ങനെയൊക്കെ അനുഭവം ഉണ്ടായാലും ആകെ അസ്വസ്ഥമാണെങ്കിലും വേണ്ടില്ല, ആഗ്രഹങ്ങൾക്കും സ്വപ്ന പദ്ധതികൾക്കും ഒരു കുറവും ഉണ്ടാവില്ല. ഇപ്പൊ ഗീത പഠിച്ചിട്ടിരിക്കുന്ന ഒരാൾ പോലും എനിക്ക് നന്നായിട്ട് അറിയാം, അയാൾ സംസാരിച്ചാൽ എപ്പോഴും കോടികളുടെ കണക്കേ പറയുള്ളൂ. ഇപ്പൊ ഇങ്ങനെ പറഞ്ഞ് കോടികളുടെ ഋണബാധ്യത ഉണ്ടാക്കിയിട്ടിരിക്കുക. കോടികളുടെ സ്വപ്നം, അതങ്ങനെ ചെയ്താൽ ഇങ്ങനെ കിട്ടും, അത് കിട്ടും, ഇത് കിട്ടും, എന്നെ കൂടെ മെമ്പർഷിപ്പ് ആക്കാന്നൊക്കെ പറഞ്ഞു. ഞാൻ ഒരു പരിപാടിക്കും ഇല്ല എന്ന് പറഞ്ഞു. ഗീതയും ഭാഗവതമൊക്കെ പറഞ്ഞുകൊണ്ട് നടന്ന ആളാ, പറഞ്ഞിട്ട് കാര്യമല്ലോ. അപ്പം ഇപ്പൊ കോടികളുടെ സ്വപ്നം കൊണ്ടാണ് നടക്കണേ. അപ്പൊ ഇത് എന്താ പറഞ്ഞ, ഇത്തരത്തിലുള്ള പലതരം കർമ്മങ്ങളിൽ വ്യാപരിക്കും. ആഗ്രഹം, ഒടുങ്ങാത്ത ആഗ്രഹം, ധനത്തിലും ഭൗതിക സുഖത്തിലുള്ള അത്യാസക്തി, അവ നേടുന്നതിനായുള്ള തീവ്ര ശ്രമങ്ങളും രജോ ഗുണ ആധിക്യത്തെയാണ് കാണിക്കുന്നത്. ഈ പണത്തിനോടുള്ള അറ്റാച്ച്മെന്റ് കൂടിക്കഴിഞ്ഞാൽ എന്താ കുഴപ്പം? പിന്നെ അവര് പണം സമ്പാദിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ മടിയില്ലാത്തൊരവസ്ഥ. എത്ര സാത്വികരായാലും വേണ്ടില്ല, അവർക്ക് പണം സമ്പാദിക്കണം തോന്നിയോ, ഈ കലിയുഗത്തിൽ ഒരു കാരണവശാലും നേരായ മാർഗത്തിൽ പണസമാധാനം നടക്കില്ല. അപ്പം മനസ്സമാധാനം ഞാൻ സമ്പാദിച്ച് കിട്ടിയാലോ മനസ്സമാധാനം നഷ്ടപ്പെടുകയും ചെയ്യും. അതാണ് രജോ ഗുണത്തിന്റെ ഏറ്റവും ആധിക്യത്തെ കാണിക്കുന്നതുകൊണ്ടുള്ള, അതായത് ധനത്തിലും ഭൗതിക സുഖഭോഗങ്ങളിലും അത്യാസക്തി ഉണ്ടാകും. അതിനു വേണ്ടിയിട്ട് ശരീരം പോലും മറന്നിട്ട് പ്രവർത്തിക്കും. കർമ്മകുശലത ഭയങ്കരമായിരിക്കും. അതിനു വേണ്ടിയിട്ട് തീവ്ര ശ്രമങ്ങളുണ്ടാകും. രജഗുണ ആധിക്യത്തെയാണ് ഇങ്ങനെയുള്ളവരിൽ കാണിക്കുന്നത് എന്നർത്ഥം. ഇതൊന്നും രജഗുണക്കാരെ കണ്ടുപിടിക്കാൻ ഒരു വിഷമമില്ല. നമുക്ക് ചുറ്റുവട്ടം ഒന്ന് നോക്കിയാൽ മതി. അവരറിയാതെ നോക്കിയാൽ അവരുടെ ഓട്ടവും പാച്ചിലും നടപ്പും എടുപ്പും സംസാരിച്ചാൽ തന്നെ അവരുടെ എന്താ പറഞ്ഞ ഇതുപോലുള്ള എന്താ പറഞ്ഞ മിഥ്യാ സ്വപ്നങ്ങളും വ്യർത്ഥമായ മോഹങ്ങളെ പറ്റിയൊക്കെ നമുക്കറിയാം. അപ്രകാശോ പ്രവർത്തിച്ച പ്രമാദോ മോഹയേവച തമസ്യേതാനി ജായന്തേ വിവൃദ്ധേ കുരുനന്ദന അല്ലയോ അർജുന, അപ്രകാശ, അപ്രവർത്തി, അവിവേകം, നിഷ്ക്രിയത്വം, പ്രമാദ, മോഹ ഏവച ഏതാനി, പ്രവർത്തിക്കാതെ വീഴ്ച വരുത്തൽ. അതായത് പ്രമാദം എന്ന് പറഞ്ഞാൽ തന്നെ വേണ്ടത് വേണ്ട സമയത്ത് ചെയ്യാതിരിക്കുക, വീഴ്ച വരുത്തുക, കർമ്മത്തിൽ ശ്രദ്ധിക്കാതിരിക്കുക, പ്രവർത്തിക്കാതെ വീഴ്ച വരുത്തൽ, വ്യാമോഹം എന്നിവ തമസി വിവർത്തേ ജായന്തേ തമോഗുണം വർദ്ധിക്കുമ്പോൾ ഉണ്ടാകുന്നു. അല്ലയോ അർജുന, അവിവേകം, നിഷ്ക്രിയത്വം, കർത്തവ്യമായത് ചെയ്യാതെ വീഴ്ച വരുത്തൽ, വ്യാമോഹം എന്നിവ തമോഗുണം വർദ്ധിക്കുമ്പോൾ സംഭവിക്കും. തമോഗുണ ലക്ഷണമായിട്ട് മുമ്പ് പറഞ്ഞ പ്രമാദാലസ്യ നിദ്രാദികളെ കുറെ കൂടെ വിശദീകരിച്ചാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. അപ്പോ അവിവേകം, നിഷ്ക്രിയത്വം, ഈ തമോ ഗുണം ആധിക്യം ഉള്ളവരെയാണ് കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് അവർ പോയി വീഴും. മറ്റുള്ളവരുടെ പ്രേരണ അനുസരിച്ചുകൊണ്ട് ആത്മാവിനെ പോലും അറിയാതെ പ്രവർത്തിക്കും. തൻ്റെ നാശത്തെ പോലും തൃണവൽക്കരിച്ചുകൊണ്ട് അത് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നുള്ള ബോധമേ അവർക്കുണ്ടാവില്ല. എനിക്ക് നന്നായിട്ടറിയാം, ഒരാളുണ്ട്, അയാൾക്ക് 5 പൈസയുടെ ജോലിയൊന്നുമില്ല, പണിയൊന്നുമില്ല, വെറുതെ ഇരിക്കുക. എന്നാൽ അയാളെ ഒന്ന് സഹായിച്ചേക്കാന്ന് ഉദ്ദേശിച്ച് എന്തെങ്കിലും അസുഖം കൊണ്ട് മരുന്ന് മേടിക്കാൻ പൈസ കൊടുത്താലേ അയാളുടെ ആരെങ്കിലും ഫ്രണ്ട്സോ അല്ലെങ്കിൽ അതിൻ്റെ എന്താ പറഞ്ഞ ഏറ്റവും ഇൻറ്റിമേറ്റ് ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഈക്ക് മരുന്ന് മേടിക്കാൻ വച്ചേക്കണ കാശ് എടുത്തിട്ട് അയക്ക് കൊടുക്കും. മരുന്ന് മേടിച്ചോന്ന് ചോദിച്ചാൽ മേടിച്ചു, അതെന്തെങ്കിലും തരിയുടെയൊക്കെ പറയും, ഉരുണ്ട് കളിക്കും. അപ്പം അവര് പറയുന്നത് അല്ലെങ്കിൽ അവരുടെ ഭാവം കണ്ടു കഴിഞ്ഞാൽ അവരങ്ങേറ്റം ചാരിറ്റിയിൽ സേവനം ചെയ്യുന്നവരാണ്. പക്ഷേ അവനവൻ്റെ അസുഖം മാറാൻ വേണ്ടിയിട്ട് വേറൊരാൾ സഹായിച്ചതാണ് ചെയ്യേണ്ടത്, ചെയ്യേണ്ട സമയത്ത് ചെയ്യാതിരിക്കുക, അവനവൻ്റെ കാര്യത്തിൽ പോലും വീഴ്ച വരുത്തുക. ഇത് തമസ്സാണ് പ്രവർത്തിക്കുന്നത്. ഇത് നേരിട്ട് അനുഭവമുള്ള കാര്യം. ഇങ്ങനെ അവര്
ജാതകപ്രകാരം പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ളവര് ഒരാൾ സ്പോൺസർ ചെയ്ത് എന്തെങ്കിലും സഹായിച്ചാൽ എന്നിവ മറ്റുള്ളവർക്ക് അവനവന് ഇഷ്ടമുള്ളവർക്ക് എടുത്തു കൊടുക്കുന്നത് ഈ അവനവൻ്റെ കയ്യിൽ ഓട്ടക്കയ്യാ. അപ്പം അതുകൊണ്ട് ജാതകപ്രകാരം അതിനൊരു യോഗം പറയും, ശകടയോഗം. വണ്ടി കയറുന്നവര് ആര് വേണമെങ്കിലും കയറാമല്ലോ. ഫ്രീ ആയിട്ടും കൂടെ വണ്ടി ഓടണമെങ്കിലോ, വണ്ടി ഏതായാലും ഫ്രീ ആയിട്ട് ഓടാന്ന് വെച്ചാൽ എൻജിൻ ചലിക്കണമെങ്കിൽ അതിന് പെട്രോൾ അടിക്കണം. അതാരെങ്കിലും അടിച്ചു കൊടുത്താലും വേണ്ടില്ല, ഇവൻ തോന്നിയ മാസം ഓരോരുത്തരെ കയറ്റി ഇറക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിലോ അവസാനം പെട്രോൾ തീരും, അതും ആരോ കൊടുത്തതായിരിക്കും. ഇങ്ങനെ ഇത് ശകടയോഗം എന്ന് പറയും ഇതിന്. ഇതൊക്കെ സംഭവിക്കുന്നത് തമസാണ്. അവിദ്യാദി ദോഷങ്ങളെ ഏറ്റവും കൂടുതൽ ഉണ്ടാക്കുന്നത് തമോ ഗുണമാണ്. അപ്പം ഇങ്ങനെയുള്ളവരും ഉണ്ട്. തമോ ഗുണം വർദ്ധിച്ചിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ജ്ഞാനിയായാലും ചിലപ്പോൾ തമോ ഗുണം വർദ്ധിച്ചാൽ ഇങ്ങനെയൊക്കെ അബദ്ധത്തിൽ പോയി വീഴും. അതാ കുഴപ്പം. നമുക്ക് ഈ കലർപ്പ് വന്നാൽ ഈ സ്ഥിരമായിട്ട് ഒരു ഗുണവും പ്രകാശിക്കില്ല, മാറ്റങ്ങൾക്ക് വിധേയമാണ്. എപ്പോൾ വർദ്ധിച്ചിരിക്കുന്നോ അപ്പം ഇത് സംഭവിക്കുന്നതാണ് മനസ്സിലാക്കേണ്ടത്. എന്നാൽ ഈ തമോ ഗുണക്കാർക്കും ചിലപ്പം എപ്പോഴെങ്കിലും സത്വഗുണം പ്രവേശിച്ചാൽ അല്ലെങ്കിൽ വർദ്ധിച്ചാൽ അവർക്ക് ചിലപ്പം നമ്മളെക്കാളും നല്ല അറിവുള്ളവരെ പോലെ സംസാരിക്കും. വരും അറിവുണ്ടാവും, പക്ഷെ വേണ്ടത് വേണ്ട സമയത്ത് ഉപയോഗിക്കാൻ പറ്റില്ല. അവർക്ക് വീഴ്ച വരുത്തും, സ്ലിപ്പായി പോവും. അപ്പം ചില സമയത്ത് അവർ സാത്വിക ഗുണം വർദ്ധിച്ചിരിക്കുമ്പം അതുപോലെ ഈ പറയുന്ന ആധ്യാത്മിക വിഷയമൊക്കെ വളരെ ഭംഗിയായിട്ട് സംസാരിക്കും. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, എൻ്റെ പണ്ട് താമസിച്ചുകൊണ്ടിരുന്ന ഒരു സ്ഥലത്ത് ഒരു അയൽവക്കക്കാരനായിരുന്നു. അയാൾ കള്ളു കുടിച്ചാലാണ് ആധ്യാത്മിക വരിക. തമസാണല്ലോ ലഹരി പദാർത്ഥം ഉപയോഗിക്കാന്ന് പറയുന്നത്. പക്ഷേ അപ്പോൾ സത്വഗുണം വർദ്ധിക്കാർക്ക്, തമസ് വർദ്ധിക്കുക. അപ്പൊ കണ്ടാൽ സംസാരിക്കുന്ന, എന്നെ കണ്ടാൽ അറിയാം ഞാൻ സാത്വികനാണെന്ന് ആൾക്ക് നന്നായിട്ട്. കള്ളു കുടിച്ചിട്ടാണെങ്കിലും കൃത്യമായിട്ട് പറയും, തിരുമേനി തമ്പുരാൻ എവിടുന്നാ വരണേ. ഞാൻ അപ്പൊ അദ്ദേഹം സാധാരണ കള്ളു കുടിച്ചു കഴിഞ്ഞാൽ എനിക്ക് കുറെ കാലം കണ്ടപ്പോൾ മനസ്സിലായി ആളെ എന്താ പറയുന്നത്. ഞാൻ കൈലാസത്തിൽ നിന്നാ വരണേ എന്ന് പറഞ്ഞ അയാൾ പറയും, ഞാൻ വൈകുണ്ഠത്തിൽ നിന്നാ വരാ. ഇല്ലെങ്കിൽ ചിലപ്പോൾ അയാൾ പറയും, ഞാൻ വൈകുണ്ഠത്തിൽ കൈലാസത്തിൽ നിന്ന് വരണേ, അങ്ങ് എവിടുന്നാ വരണേ ചോദിക്കും. അപ്പൊ ഈ സാത്വികമായ വിഷയങ്ങളായിരിക്കും, പുരാണാതിഹാസങ്ങളൊക്കെ അയാൾക്ക് അറിയാം. പക്ഷെ അത് പുറത്തു വരുന്നത് ഈ കള്ളു കുടിച്ചു കഴിയുമ്പോഴാണ്. അപ്പൊ കള്ളു കുടിച്ചാൽ ചിലർക്ക് തമസ് വർദ്ധിക്കുന്നതിന് പകരം സത്വഗുണം പ്രകാശിക്കും. ഇതെന്തുകൊണ്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അകത്ത് പഴയത് കിടക്കുന്നുണ്ട്, അതാ പ്രശ്നം. എന്നാൽ തമസ്സും ചിലപ്പോൾ പ്രകടമാകും. തമസ് എപ്പോഴാ പ്രകടമാകുക? സാത്വികനായിരിക്കുന്ന ഒരു ബ്രാഹ്മണൻ മാരാരോഗം വന്ന് കിടക്കുമ്പം ഈ എന്താ പറഞ്ഞേ, താഴേക്കിടയിലുള്ള ഒരു സാധാരണ വാദോരാതെ തെറി പറയുന്നത് ഒരു ബ്രാഹ്മണന്റെ വായിന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഇദ്ദേഹം പറയുന്നത് മുഴുവൻ അപ്പൊ തമസ് വർദ്ധിച്ചിരിക്കുന്നതുകൊണ്ടാ പറയാൻ പാടില്ലാത്തൊക്കെ പറയണതേ. പഴയത് ഡിപ്രസ് ചെയ്ത് കിടക്കുന്നത് വർത്താനം പറയുന്നുണ്ട്, പക്ഷെ ശരിക്കും ബോധമില്ല. നമ്മളെന്നും കണ്ടാൽ തിരിച്ചറിയില്ല. നല്ല ശരിക്കും സരസ്വതി വാക്ക് പറഞ്ഞുകൊണ്ടായിരിക്കും നമ്മളെ സ്വീകരിക്കുക. നമ്മുടെ അടുത്ത ബന്ധുവാ, ഞാൻ പോയി കണ്ടിട്ടുണ്ട്, അയാളുടെ കയ്യിൽ നിന്ന് ചീത്തയും കേട്ടിട്ടുണ്ട്. അടുത്ത ബന്ധുവാണ്, ആരാന്തൊന്നും ഞാൻ പറയുന്നില്ല. അപ്പം എന്താ പറഞ്ഞ, മരിക്കാൻ കിടക്കുന്നത് തന്നെ ഈ മാരാരോഗങ്ങൾ വന്നത് പൂർവജന്മ കർമ്മസിദ്ധമായതുകൊണ്ട് ആ കർമ്മഫലമാണ് ശരീരത്തിലൂടെ അനുഭവിച്ച് തീർക്കുന്നത്. ഇന്ന് അമ്പലത്തിലെ പൂജാരിയായിരുന്നു, പൂജിച്ച് ബോധതലത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒന്നും ഇങ്ങനെ ഒരു കാര്യം ഒരിക്കലും ആരോടും വേണ്ടാത്ത കാക്കോ പറയുകയോ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. പക്ഷേ ഈ മാരാരോഗം വന്ന് ബോധം മറഞ്ഞിട്ട് കിടക്കുമ്പോഴും ഉള്ളിൽ ഡിപ്രസ് കിടക്കുന്ന തമോ ഗുണം പ്രകാശിക്കുകയാണ്. അതുകൊണ്ടാണ് പറയാൻ പാടില്ലാത്ത പറയുക, പറയേണ്ടത് പറയാതിരിക്കുക, ചെയ്യേണ്ടത് ചെയ്യേണ്ട സമയത്ത് ശരീരം കൊണ്ടും പറ്റില്ല. പക്ഷേ ഇതൊക്കെ നമുക്ക് പ്രത്യക്ഷമായിട്ട് മനസ്സിലാക്കാൻ ചിലർക്ക് മരണസമയത്തൊക്കെ ആയിരിക്കും ഇങ്ങനെ തമസ് ചിലപ്പം പ്രകാശിക്കുക, ചിലർക്ക് മരണസമയത്തായിരിക്കും സത്വഗുണം പ്രകാശിക്കുക. എപ്പോൾ പ്രകാശിക്കുന്നോ, ഏത് ഗുണം പ്രകാശിക്കുന്നോ അതിൻ്റെ സെയിം ഫലം അവിടെ പ്രകാശിക്കും എന്നർത്ഥം. അവിടെ അതാണ് നമ്മൾ കാണേണ്ടത്. എപ്പോൾ ഉണ്ടാകും ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് എപ്പോഴാണെന്നും പറയാൻ പറ്റില്ല. നമ്മുടെ ജീവിതത്തിലും ഈ വേരിയേഷൻസ് സംഭവിക്കുമ്പോൾ എപ്പോഴാണ് സത്വഗുണം വർദ്ധിച്ചിരിക്കുന്നത്, എപ്പോഴാണ് തമസ് വർദ്ധിപ്പിക്കുക, എപ്പോഴാണ് രജോഗുണം, ഈ മൂന്നും കലർപ്പുണ്ട്. എപ്പോൾ വേണേലും ഇതൊക്കെ
പ്രവർത്തികളാകും, അത് പ്രകാശിക്കും. അപ്പോൾ അതനുസരിച്ചുകൊണ്ട് അതിൻ്റെ റിസൾട്ടും നമുക്ക് പ്രകടമായിട്ട് കാണാൻ സാധിക്കും എന്ന് പറയും. അപ്പം യഥാ സത്വേ പ്രവർത്തേതു പ്രളയം വ്യാധി ദേഹവർ തതോ ഉത്തമ വിധാം ലോകാൻ അമലാൻ പ്രതിപത്യത. യഥാ സത്വേ പ്രവർത്തേതു, സത്വഗുണം വർദ്ധിച്ചിരിക്കുമ്പോഴാണ് പ്രളയം വ്യാധി തഥാ ദേഹവർ മരിക്കുന്നതെങ്കിൽ അപ്പോൾ ആ ദേഹി ഉത്തമവിധാം അമലാം ലോകാൻ, ഉത്തമജ്ഞാനികളുടെ പുണ്യലോകങ്ങളെ പ്രാപിക്കും. പ്രതിപദ്ധ്യതയെ പ്രാപിക്കുന്നു. സത്വഗുണം വർദ്ധിച്ചിരിക്കുമ്പോഴാണ് മരിക്കുന്നതെങ്കിൽ ആ ദേഹി ഉത്തമജ്ഞാനികളുടെ പരിശുദ്ധങ്ങളായിരിക്കുന്ന ലോകങ്ങളെ പ്രാപിക്കും. അപ്പോൾ നമ്മൾ മരിക്കണ സമയത്തും വാസനാബലം മാത്രമല്ല, ഈ വാസനാബലം ബലമായിട്ട് മാറുന്നത് ഈ ഗുണത്തെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടായിരിക്കും. അപ്പം സത്വഗുണം ആണ് മരണസമയത്ത് ആ വ്യക്തിയിൽ പ്രകാശിച്ച് നിൽക്കുന്നതെങ്കിൽ അതനുസരിച്ചുള്ള വാസനാബലമായിരിക്കും ഉണ്ടാകുക. അതിന് മുമ്പ് എന്തുണ്ടായിരുന്നു എന്നുള്ളതല്ല പ്രശ്നം. സാത്വികമായ പ്രകാശത്തിലാണ് ഒരു വ്യക്തി മരിക്കുന്നതെങ്കിൽ ആ പൂർവജന്മാർജിതമായിട്ടോ ഈ ജന്മത്തിലെ കർമ്മത്തിൻ്റെ ഫലം കൊണ്ട് അവിടെ സത്വാദി ഗുണങ്ങളുടെ ബലത്തിലായിരിക്കും മരിക്കാൻ കിടക്കുന്നതെങ്കിൽ ഉത്തമ യോഗികളുടെ കുലത്തിൽ പോയി ജനിക്കുന്നതാണ്. അത് വാസനാബലത്താൽ അവസാന നിരന്തരമായ ചിന്ത, മരണസമയത്ത് ഏത് ചിന്തയിലാണോ ഏത് വാസനാബലത്തിലാണോ പോകുന്നത് അതനുസരിച്ച് ആ ജന്മം. ഇതിനു മുമ്പ് 8-ാം അധ്യായം പറയുമ്പോൾ പറഞ്ഞിട്ടുണ്ട് ഭഗവാൻ. അപ്പം സത്വഗുണത്താൽ ജ്ഞാനം പ്രകാശിക്കും. അപ്പോൾ ഭീഷ്മര് ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടാണെങ്കിലും ഭീഷ്മരിലൂടെ തന്നെ ഈ ധർമ്മബോധം പ്രകാശിച്ചത്. അത് ബലം വച്ചുകൊണ്ടാണ് അദ്ദേഹം മരിക്കുന്നത്. അല്ലെങ്കിൽ തന്നെ ഒരു ശാപത്തിന്റെ ഫലമായിട്ടാണ് അഷ്ടവസുക്കളിൽ ഒരാളായിട്ട് ഭീഷ്മരായിട്ട് ജനിച്ചത്. അപ്പൊ തിരിച്ച് ആ പോസ്റ്റിലേക്ക് പോകാനുള്ള ശ്രേഷ്ഠത ഇദ്ദേഹത്തിന് അമ്മ തന്നെ അനുഗ്രഹിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പൊ മരണസമയത്ത് ഈ സാത്വിക ഗുണം എനിക്കറിയില്ല എന്ന് പറഞ്ഞതാണ്. എന്നിട്ടും ഭഗവാൻ ഗുരുവായൂരപ്പന്റെ അനുഗ്രഹം കൊണ്ട് തന്നെ ഭഗവാൻ താൻ പറയേണ്ട കാര്യം ഭീഷ്മരെ കൊണ്ട് പറയിപ്പിക്കുന്ന രീതിയിൽ നിമിത്തമാക്കിക്കൊണ്ട് തൻ്റെ ജ്ഞാനം ട്രാൻസ്ഫർ ചെയ്യുക ചെയ്ത് ഒരു ദിവ്യപ്രകാശം ഭീഷ്മരിലേക്ക് പോയി ചേരുന്നതും അതിൽ നിന്ന് ഒരു ഞെട്ടലുണ്ടായതൊക്കെ വിശകലനം ചെയ്ത് പഠിച്ചാൽ മഹാഭാരതത്തിൽ ഭീഷ്മരുടെ ഈ ധർമ്മബോധം ശാന്തിപർവം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പോൾ കാരണം ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടാണ് ഈ ഇൻഡ്യൂഷൻ കിട്ടണത്. അപ്പം ആ ബലത്തിലാണ് സത്വഗുണം വർദ്ധിച്ചിരിക്കുമ്പോഴാണ് ഭീഷ്മന്റെ ശരീരം ധരിക്കണതും. അതുകൊണ്ട് ഭഗവാന്റെ സാന്നിധ്യമൊക്കെ അനുഭവിച്ച് ഭഗവാന്റെ സാന്നിധ്യത്തിൽ തന്നെ ശരീരം ത്യജിച്ച് ആ ദിവ്യമായ തേജസ് അമ്മയുടെ അടുത്തേക്ക് അഥവാ ഗംഗാദേവിയുടെ അടുത്തേക്ക് തന്നെ തിരിച്ചു പോകുന്നതായിട്ടൊക്കെ സന്ദർഭം പറയുന്നുണ്ട്. അപ്പൊ സത്വഗുണം വർദ്ധിച്ചിരിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്താലും സക്സസ് ആവും, മരിച്ചാലും സക്സസ് ആവും. അതാണ് അതിന്റെ ബലത്തിന്റെ പ്രത്യേകത. യഥാ സത്വേ പ്രവർത്തിയതു പ്രളയം ദാഹി യാതി ദേഹഭർ തഥോത്തമം വിധാൻ ലോകാൻ അമലാം പ്രതിബദ്ധത. അപ്പൊ സത്വഗുണം വർദ്ധിച്ചിരിക്കുമ്പോൾ ആ വാസനാബലത്താലാണ് നമ്മൾ മരിക്കുന്നതെങ്കിൽ അതുപോലെ ശ്രേഷ്ഠമായ കുലത്തിൽ ജനിക്കാം. ഇനി സാത്വികത അധികമായിട്ട് വർദ്ധിച്ചിരിക്കുന്നതിന് വേണ്ടി ദേവഗണത്തിൽ പോയി ദേവലോകത്ത് പോയിട്ട് ജനിക്കാം, ഗന്ധർവേക്ഷ സുന്ദരന്മാരായിട്ട് ജനിക്കാം. അപ്പം ഉയർച്ച ഉണ്ടാവുള്ളൂ. സത്വഗുണം വർദ്ധിപ്പിച്ചുകൊണ്ടേ ഇരുന്നാൽ ഒരിക്കലും അതപ്പതിക്കില്ല. അത് ഉയർച്ചയിലേക്ക് നമ്മളെ മരണശേഷം പോലെ ഉയർച്ചയിലേക്ക് കൊണ്ടുപോകും. അപ്പോൾ സത്വഗുണത്തിലേക്ക് എത്താൻ ശ്രമിക്കണം നമ്മൾ സാത്വികരെ അല്ലെ സത്സംഗത്തിലൂടെ ഈ പറയുന്ന ശാസ്ത്രമൊക്കെ പഠിച്ചിട്ട്. അതാണ് നമുക്ക് ഈശ്വര സാക്ഷാത്കാരത്തിനുള്ള ഗുണം എന്ന് കൂടി മനസ്സിലാക്കാം. ഇനി രജോ ഗുണം വർദ്ധിച്ചിരിക്കുമ്പോഴാണെങ്കിലോ രജസി പ്രളയം ഗത്വ കർമ്മസംഖ്യേഷു ജായതേ തഥാ പ്രീണ്യതമസ്യ മൂഢയോനിഷു ജായതേ. ഈ രണ്ടു ഗുണം ഒന്നിച്ചു പറഞ്ഞു. രജസി വിവർദ്ധേ, രജോ ഗുണം വർദ്ധിച്ചിരിക്കുമ്പോൾ പ്രളയം എത്തുക. പ്രളയം എന്ന് പറയുന്നത് വെള്ളപ്രളയം അല്ല ഇവിടെ ഉദ്ദേശിക്കുന്ന, മരണകാലത്തെയാണ് പറയുന്നത്. അപ്പൊ പ്രളയം ഗത്വ മരിക്കുന്നതെങ്കിൽ ആ ദേഹി കർമ്മസംഖ്യേഷു ജായതേ, കർമാസക്തന്മാരുടെ ഇടയിൽ പോയി ജനിക്കും. തഥാ തമസി, നീ തമസ് വർദ്ധിച്ചിരിക്കുമ്പോഴാണ് ശരീരം ത്യജിക്കുന്നതെങ്കിലോ അപ്രകാരം തന്നെ തമോ ഗുണം വർദ്ധിച്ചിരിക്കുമ്പോൾ മരിച്ചവർ മൂഢയോനിഷു ജായതേ, മൂഢയോനികളിൽ ജനിക്കാൻ ഇടവരും എന്ന് പറഞ്ഞാൽ രജോ ഗുണം വർദ്ധിച്ചിരിക്കുമ്പോഴാണ് മരണം സംഭവിക്കുന്നതെങ്കിൽ ആ ദേഹി കർമാസക്തർക്കിടയിൽ ജനിക്കും.
അപ്രകാരം തന്നെ തമോ ഗുണം വർദ്ധിച്ചിരിക്കുമ്പോഴാണ് മരിക്കുന്നതെങ്കിൽ പക്ഷിമൃഗാദി മൂഢയോനികൾ എന്ന് പറയുന്നത് പക്ഷിമൃഗാദികളാണ്. അങ്ങനെ പക്ഷിമൃഗാദികൾ ആയിട്ട് ജനിക്കാനും ഇടവരും എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പം ഈ തമസ് വർദ്ധിച്ചിരിക്കുമ്പോഴാണ് നമ്മൾ ഏത് കാര്യം ചെയ്താലും അതൊക്കെ അധപ്പതനത്തിലേക്ക് പോകും, ഉയർച്ചയിലേക്ക് പോവില്ല. രജോ ഗുണം വർദ്ധിച്ചിരിക്കുമ്പോൾ എന്ത് ചെയ്താലും അത് തൽസ്ഥിതി നിലനിർത്തും, മനുഷ്യജന്മത്തിൽ തന്നെ നിൽക്കും. തമോ ഗുണം വർദ്ധിച്ചിരിക്കുമ്പോഴാണോ അത് നമ്മുടെ അടുത്ത ജന്മത്തിന് വരെ ദോഷത്തെ ഉണ്ടാക്കും. അതേപോലെയല്ല തമോ ഗുണം വർദ്ധിച്ചിരിക്കുന്ന അസുരീ സമ്പത്തിന് അധിപന്മാരായിരിക്കുന്നവരുടെ ഇടയിൽ പോയിട്ട് ജനിക്കാനായിട്ട് വരും. അപ്പോൾ ടോട്ടലി നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് തമോ ഗുണത്തെ ഒരിക്കലും വർദ്ധിപ്പിക്കരുത്, അത് നമ്മളെ അധപ്പതിപ്പിക്കും. ഏത് കാലത്തായാലും ഏത് ജന്മത്തിലായാലും തമസ്സിനെ ആശ്രയിച്ചോ നിങ്ങൾ അതിന് പ്രാധാന്യം കൊടുത്താൽ, അഥവാ മടിയന്മാരായിട്ട് ചെയ്യേണ്ട കാര്യം ചെയ്യേണ്ട സമയത്ത് ചെയ്യാതൊക്കെ ഇരുന്നാൽ അത് നമ്മളെ അധപ്പതിപ്പിക്കുന്ന അർത്ഥം. ഏത് ജന്മത്തിലായാലും മൂഢജന്മങ്ങളിൽ അഥവാ പക്ഷിമൃഗാദികളായിട്ടെങ്കിലും ചിലപ്പം ജനിക്കേണ്ടി വരും. അതുകൊണ്ട് തമസ്സിനെ ഒരിക്കലും വർദ്ധിപ്പിക്കരുത്. അത് ഉറങ്ങാൻ വിശ്രമിക്കാൻ വേണ്ടി മാത്രം യൂട്ടിലൈസ് ചെയ്യാൻ ശ്രമിക്കുക. അങ്ങനെ ആയാലേ നമുക്ക് ഉദ്ധരിക്കാൻ സാധിക്കുക, അത് സംശയമില്ല. രജോ ഗുണത്തിൽ കർമ്മം ചെയ്യണം, പക്ഷെ ആ കർമ്മങ്ങളൊക്കെ എന്ത് ചെയ്താലും കരോഷ്യസ്നാശൂഷിതദാസി എന്ന് ഭഗവാൻ പറഞ്ഞ പോലെ എന്ത് ചിന്തിച്ചാലും എന്ത് ചിന്തിക്കുന്നതും പറയുന്നതും പ്രവർത്തിക്കുന്നതും ഒക്കെ കർമ്മമാണ്. ആ കർമ്മങ്ങളൊക്കെ ഈശ്വര സാക്ഷാത്കാരത്തിന് ഉതകുന്ന വിധത്തിൽ ചെയ്താൽ അതാണ് യഥാർത്ഥ കർമ്മയോഗവും. അത് ഒരിക്കലും നമ്മളെ കർമ്മബന്ധനത്തിലോ ഏതെങ്കിൽ ദുഃഖ അവസ്ഥയിലേക്കോ എത്തിക്കില്ല, നമുക്ക് ഈശ്വരനിലേക്ക് എത്താനുള്ള വഴി കിട്ടും. അപ്പം ആ രജോ ഗുണം കൊണ്ട് കിട്ടുന്ന അനുഭവജ്ഞാനത്തിലൂടെ വേണം സത്വഗുണത്തിലേക്ക് സ്ഥിരമായിട്ടെത്താൻ. അപ്പം അതിന് കർമ്മം ചെയ്യണം. അവരുടെ ഡ്യൂട്ടി എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അത് കൃത്യമായിട്ട് ചെയ്യണം. ആവർത്തന വിധേയമായിട്ട് ചെയ്യുമ്പോഴാണ് അതിൽ നിന്ന് അനുഭവം ശ്രേഷ്ഠമായ അറിവിലേക്ക് എത്തുക. ആ അറിവ് ആണ് സത്വഗുണത്തിൻ്റെ പ്രഭാവമെങ്കിൽ ഈശ്വരനിലേക്ക് ലയിക്കണമെങ്കിൽ സത്വഗുണത്തെ ഇങ്ങടെ ഗുണാതീതനാ ഭഗവാൻ, സത്വഗുണത്തെ ഇങ്ങടെ ജയിക്കണം. അത് സത്യം 3 ഗുണങ്ങളെയും ജയിക്കുന്നത് എങ്ങനെയാണെന്നൊക്കെ അർജുനൻ ചോദിക്കുന്നുണ്ട്. അത് നമുക്ക് അടുത്ത ദിവസങ്ങളിൽ ഇതേ അധ്യായത്തിൽ തന്നെ വരുന്നുണ്ട്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ശ്രദ്ധിക്കാം. എല്ലാവർക്കും നമസ്കാരം. ഓം. ഈ 5 ശ്ലോകങ്ങൾ ഒന്ന് പാരായണം ചെയ്തുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. 15 വരെയാണ്, 11 തൊട്ട് 15 വരെ. സർവദ്വാരേഷു ദേഹേ അസ്മിൻ പ്രകാശ ഉപജായതേ ജ്ഞാനം യഥാ തഥാ വിദ്യാത് വിവർത്തം സത്യമത്വിത ലോപപ്രവർത്തിരാരംഭ കർമ്മണ ശമാസ്മകാഹ രജസ്യേതാനി ജായന്തേ വിവർത്തേ പരദർശഭ അപ്രകാശോ പ്രവർത്തീഞ്ച പ്രമാദോ മോഹേവജ തമസ്യേതാനി ജായന്തേ വിവർത്തേ കുരുനന്ദന യഥാ സത്വേ പ്രവർത്തേതു പ്രളയം യാതി ദേഹവത് തതോ ഉത്തമ വിദാം ലോകാൻ അമലാൻ പ്രതിപദ്യത്തെ രജസി പ്രളയം ഗത്വാ കർമ്മസംഗേഷു ജായതേ തഥാ പ്രലീനതമസി മൂഢയോനേഷു ജായതേ. ഓം തസ്സൽ. ഓം കായേന വാചാ മനസ്സേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രദേശഭാവ കരോമി തസ്സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. നാരായണായേതി സമർപ്പയാമി. ഓം പീതാംബരം കരവിരാശങ്കചക്രം കൗമോദകീം സരശങ്കരണാസമുദ്രം യഥാസഹായമതിസുന്ദരമന്ദകാസം അതാലേശമതിസമൃതി ഭാവയാമി. അതാലേശമതിസമൃതി ഭാവയാമി. നാരായണ 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 നാരായണ. ഗുരുവായൂരപ്പാ ശരണം ശ്രീ ഗുരുവായൂരപ്പാ ശരണം ശ്രീ ഗുരുവായൂരപ്പാ.